സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരവേദിയിലേക്ക് ക്ഷണിച്ചിട്ടാണ് എത്തിയത് എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. സുരേഷ് ഗോപിയെ ക്ഷണിച്ചത് സംഘടനയിലെ BJP അനുഭാവമുള്ളവരാണെന്ന് സമരസമിതി നേതാവ് MA ബിന്ദു വെളിപ്പെടുത്തി. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് സുരേഷ് ഗോപി പിന്നോട്ടു പോകാൻ കാരണം എന്താകും? സമര നേതാക്കളെ കണ്ട ആവേശത്തിൽ JP നഡ്ഡയെ കാണാൻ പോയ സുരേഷ് ഗോപിക്ക് ഉറപ്പുകളൊന്നും ലഭിക്കാത്തതിന് കാരണം എന്താകും? നിരന്തരം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം 59 സെക്കൻഡിൽ. ആദ്യമായി സുരേഷ് ഗോപി സമരവേദിയിലെത്തിയപ്പോൾ സമരം ചെയ്യുന്ന ആശമാർ പാട്ടുപാടിയാണ് സ്വീകരിച്ചത്. അന്നത്തെ സ്വീകാര്യത സുരേഷ് ഗോപിക്ക് സമരപ്പന്തലിൽ ഇപ്പോഴില്ല. 3 ആഴ്ച കൊണ്ട് സമരവേദിയിലെ ആവേശ സാന്നിധ്യം എന്ന നിലയിൽ നിന്ന് അതിരൂക്ഷമായി സമരക്കാർ വിമർശിക്കുന്ന നിലയിലേക്ക് സുരേഷ് ഗോപി മാറി. കേന്ദ്ര പദ്ധതിയുടെ ഓണറേറിയം വർധനവിനായി സമരം ചെയ്യുന്നവരുടെ അടുത്ത് കേന്ദ്രമന്ത്രി എത്തുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു. സമരക്കാർക്ക് മഴക്കോട്ടും കുടയുമായി പൊങ്കാല കിറ്റുമായൊക്കെ പിന്നീടും പലതവണ സുരേഷ് ഗോപി എത്തി. ഓരോ തവണയും സമരക്കാർ ഊഷ്മളമായി സ്വീകരിച്ചു. ഇതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ U-ടേൺ. സംസ്ഥാന സർക്കാരിന് പണം കായ്ക്കുന്ന മരമൊന്നുമില്ലെന്ന സുരേഷ് ഗോപി നിലപാട് ലഘൂകരിച്ചു. ഇന്നലെ സമരക്കാർ ക്ഷണിച്ചിട്ടാണ് താൻ അവരുടെ സമരവേദിയിലേക്ക് എത്തിയതെന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു. ഇതോടെയാണ് സുരേഷ് ഗോപിക്കെതിരെ ആശാ വർക്കേഴ്സ് സമരസമിതിയുടെ രൂക്ഷ പ്രതികരണം. തങ്ങൾക്കിടയിലെ BJP അനുഭാവികളാണ് സുരേഷ് ഗോപി ക്ഷണിച്ചുകൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ സമരസമിതിയുടെ നിലപാട്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഹർഷൻ വിശദമായിട്ട് പരിശോധിക്കേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനകളിലെ ആ വൈരുദ്ധ്യം കണ്ടാലേ രസമുണ്ടാവും. അത് കണ്ടിട്ട് വരാം നമുക്ക്. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റ്. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത്. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? അവരുടെ അടുത്തേക്ക് ചെന്നത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ വന്നൊന്ന് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെ. വൈറ്റ് മാത്രമല്ല, അതിനുള്ള വിശദാംശങ്ങൾ കൂടെ കേട്ടാലാണ് അതിൻ്റെ തമാശ, അല്ലെങ്കിൽ അതിൻ്റെ തമാശയും ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പരിശോധിച്ചിട്ട് വരാം. മാർച്ച് 1-ാം തീയതിയാണ് ആദ്യ സന്ദർശനം ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സുരേഷ് ഗോപി നടത്തിയത്. മാർച്ച് 1-ാം തീയതി. അതേ തുടർന്ന് ആശാവർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ട എന്ന് പറഞ്ഞ് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും അറിയിക്കും എന്ന് അദ്ദേഹം അവിടെ വളരെ ആർജവത്തോടെ പറഞ്ഞു. മാർച്ച് 2-ാം തീയതി സമരക്കാർക്ക് കുടയും മഴക്കോട്ടുമായിട്ട് അദ്ദേഹം വീണ്ടും അവിടേക്ക് എത്തി. മാർച്ച് 4-ാം തീയതി പോയിട്ട് JP നഡ്ഡയെ സുരേഷ് ഗോപി കണ്ടു. സംസ്ഥാന സർക്കാരാണ് പ്രശ്നപരിഹാരം കാണേണ്ടത് എന്ന് നഡ്ഡ സുരേഷ് ഗോപിയെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം അതാണ് പറഞ്ഞത്, സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണ്, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന്. മാർച്ച് 11-ാം തീയതി വീണ്ടും സമരപ്പന്തലിലെത്തി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിച്ചു. നുണയിൽ പിണയും പിണറായി എന്ന പ്രസ്താവന അദ്ദേഹം നടത്തി. അപ്പോഴാണ് ആശമാരെ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സർക്കാരും വഞ്ചിക്കുകയാണെന്ന് അതിശക്തമായിട്ട് സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. തൻ്റെ നേതാവിൽ നിന്ന് സർജിക്കൽ സ്ട്രൈക്ക് തന്നെ പ്രതീക്ഷിക്കാമെന്ന് അദ്ദേഹം അതിശക്തമായിട്ട് പറഞ്ഞു. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന നല്ല പരിഹാസം അദ്ദേഹം മുന്നോട്ട് വെച്ചു. മാർച്ച് 12-ാം തീയതി പക്ഷേ ആദ്യ സംസ്ഥാന സർക്കാർ അനുകൂല പരാമർശം, അദ്ദേഹത്തിന് ട്വിസ്റ്റ് ഉണ്ടായി. പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയില്ല എന്ന് സുരേഷ് ഗോപി അന്നാണ് പറഞ്ഞത്. മാർച്ച് 12-ാം തീയതി പൊങ്കാല കിറ്റുമായിട്ട് പിറ്റേന്ന് പക്ഷേ 13-ാം തീയതി വീണ്ടും അദ്ദേഹം സമരപ്പന്തലിലേക്ക് വരുന്നു. തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, തൊഴിലാളികൾക്കൊപ്പം തന്നെയാണെന്ന് പറഞ്ഞു. അവിടുന്ന് കിട്ടിയിട്ടേ ഇവിടെ തരൂ, അത് എന്ത് ന്യായമാണ് എന്ന് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ അവിടെ വിമർശിച്ചു. വീണ്ടും കൊടുക്കാനുള്ളത് കൊടുത്തു, കണക്ക് കൊടുത്താൽ ബാക്കി കൊടുക്കും എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു. ആശമാർ പക്ഷേ പിന്നീട് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ആശമാർ വീട്ടിൽ വന്ന് വിളിച്ചിട്ടാണ് സമരപ്പന്തലിൽ പോയത്, ഞാനായിട്ട് നേരിട്ട് പോയതിൽ അവരെന്നെ വന്ന് ക്ഷണിച്ചതുകൊണ്ട് പോയതാണ്, അലവൻസ് കൂട്ടേണ്ടത് ആരാണെന്ന് സ്കീം കൊണ്ടുവന്നവരോട് ചോദിക്കണം എന്ന പ്രസ്താവനയിലും ശ്രദ്ധിക്കേണ്ടതാണ്. സമരക്കാരെ പക്ഷത്ത് നിർത്താൻ നഡ്ഡ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സാധ്യമായത് ചെയ്യുമെന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്ന വിവരങ്ങൾ കൂടെ നമ്മുടെ കൈവശമുണ്ട്.
വിളിച്ചത് BJP അനുഭാവികളാണ് എന്ന് സുരേഷ് ഗോപിക്കെതിരെ സമരസമിതി രൂക്ഷമായി പ്രതികരണം നടത്തി. അതായത് ഞങ്ങൾ ആകെപ്പാടെ ക്ഷണിച്ചല്ല, അതിനകത്ത് എല്ലാവരും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ വിളിച്ചു എന്നാണ്. സുരേഷ് ഗോപി ആലോചിച്ച് സംസാരിക്കണമെന്ന് MA ബിന്ദു സമര നേതാവ് പറഞ്ഞു. സുരേഷ് ഗോപിയെ ക്ഷണിച്ചത് സംഘടനയിലെ BJP അനുഭാവികളാണ്, ഞങ്ങൾ ആകെപ്പാടെ ക്ഷണിച്ചതല്ല, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്നും സമരസമിതി നേതാവ് ആദ്യം മുതൽ പറയുന്ന കാര്യം അത് പറഞ്ഞു. ഇതിനകത്ത് ആശാസമരത്തിൻ്റെ കാര്യമല്ല ഹർഷൻ, അതായത് അതിനകത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നടത്തുന്ന പ്രസ്താവനകളാണ്. അതായത് നമ്മൾ ആദ്യ ദിവസം മുതൽ RDX ആശാസമരം ചർച്ച ചെയ്യുമ്പോൾ സുരേഷ് ഗോപി 2-3 തവണ പറഞ്ഞപ്പോൾ ഇനിയും നമ്മൾ സുരേഷ് ഗോപിയിലേക്ക് മാത്രം, അതാണെങ്കിൽ ഒരു കളിയാക്കുന്ന മട്ടിലും നമ്മളൊരു കാർട്ടൂൺ ശൈലിയിലൊക്കെയാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാത്തിനും പറയേണ്ടി വന്നത്. അത് പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് ചിരി അടക്കാനോട്ട് പറ്റില്ല. അല്ല, ഇതിലൊരു പ്രശ്നം സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു സമരം നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ സാധ്യത കാണും. ആ സാധ്യത സുരേഷ് ഗോപി കണ്ടിട്ടുണ്ടാവണം. സുരേഷ് ഗോപിക്ക് ചിലപ്പോൾ ആത്മാർത്ഥതയും ഉണ്ടാവും. പക്ഷേ പ്രശ്നം അതല്ല, എന്താണ് ഓണറേറിയം, എന്താണ് ഇൻസെൻറ്റീവ്, ഇത് ആരൊക്കെയാണ് കൊടുക്കേണ്ടത്, എത്ര ഇവർക്ക് കിട്ടുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ കൂടി മിനിമം പഠിച്ചു വയ്ക്കണം ഒരു സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ. അത് അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ന്യായമായും എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യം തന്നെ വന്ന് സാധാരണ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ കാണുന്ന മട്ടിലുള്ള ചില ഗ്വാഗ്വാ വിളികളാണ് അദ്ദേഹം നടത്തുന്നത്. നേരിട്ട് വന്നിട്ട് ഇതാരാണ് നുണയിൽ പിണയും പിണറായി എന്നൊക്കെ പറഞ്ഞ് ചില നമ്പറുകളൊക്കെ ഇറക്കുന്നു. അദ്ദേഹം അത്തരം ചില പരാമർശങ്ങൾ നടത്തിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ അദ്ദേഹം പിന്നീടും വരുന്നുണ്ട്. മഴയത്ത് അവിടേക്ക് വരുന്നു. അദ്ദേഹം ആ കുടയുമായിട്ട് മഴയത്ത് വന്നിറങ്ങുമ്പോൾ ഒരു ദൃശ്യം സനീഷ് ഓർക്കുന്നുണ്ടോ? അത് ഗൺമാനം ആരോ ആ കുട പിടിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങിയിട്ടാണ് പോകുന്നത്. മാത്രമല്ല, സൂക്ഷ്മമായി നോക്കിയ ഒരു കാര്യം അറിയാം, അദ്ദേഹം ചെരുപ്പിട്ടിട്ടില്ല. ചെരുപ്പിടാതെയാണ് അദ്ദേഹം ആ മഴയത്ത് അവിടെ വന്ന് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സാധ്യമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്നത് തീർച്ചയായും അവിടെ സാധ്യമാണ് എന്ന മട്ടിൽ തന്നെ അദ്ദേഹം വന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനുശേഷം JP നദ്ദയൊക്കെ കണ്ടതിന് ശേഷം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നുള്ള പാർലമെൻറ്റിലെ പ്രഖ്യാപനത്തിനും ശേഷം ഇത് ഒരു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഇത് എത്രയാണെന്ന്. ഇടപെടുന്ന വിഷയത്തെക്കുറിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും അദ്ദേഹം ആലോചിക്കുമ്പോൾ ഇത് എത്ര രൂപയാണ് ഇതിന് കേന്ദ്രം കൊടുക്കുന്നത്, എത്രയാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനാവുക, എന്താണ് സംസ്ഥാനം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള സാധ്യതകളും സാഹചര്യവും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ തന്നെ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത് എന്നുള്ള ഒരു സത്യസന്ധമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ ആ നിലയ്ക്ക് കളിയാക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സത്യസന്ധമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി, എന്നെ വന്ന് വിളിച്ചിട്ടാണ് പോയതെന്ന്. ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് സംഭവിച്ചു, അവിടെ BMSന്റെ ഒരു സംഘടന ഉണ്ടായി. അതുകൂടി അദ്ദേഹം ആ നിലയ്ക്ക് സംഘടനാപരമായി അദ്ദേഹം തരക്കേടില്ലാത്ത പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. കാര്യം മനസ്സിലായിട്ടില്ല. TV കാണുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ, സിനിമ അഭിനയമല്ല സർ ഇത് എന്ന് അദ്ദേഹം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. നമുക്കിത് അവസാനിപ്പിക്കാം. ഞാനൊരു കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കണ്ടാൽ ഒടുവിൽ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ നിലനിന്ന അനുമാനങ്ങളെ നവീകരിക്കാൻ ദൃഢമായ ശിക്ഷണബോധം മനസ്സിന് വേണമെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. സുരേഷ് ഗോപി ഗാന്ധി മാർഗത്തിലേക്കോ നെഹ്റുവിസത്തിലേക്കോ ജ്ഞാനസ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സമ്മതിച്ച് തന്നേക്കില്ല. പക്ഷേ ദിവസവും സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരം സംബന്ധിച്ച സ്വന്തം അഭിപ്രായം പുതുക്കുന്നുണ്ട്, മാറ്റുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമാകുന്നത് നെല്ലും പതിരും തെളിയാൻ നല്ലതാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കെതിരെ സമരം ചെയ്യുമ്പോൾ സമരത്തിൻ്റെ കുന്തമുന സംസ്ഥാന സർക്കാരിലേക്ക് മാത്രം തിരിച്ചു വയ്ക്കുകയും കേന്ദ്രമന്ത്രി അടക്കം സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്ന ശരികേട് മാത്രമാണ് RDX ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ നിലപാട് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ആശമാരുടെ ജീവിത സമരത്തിന് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസ്റ്റിന് കഴിയട്ടെ.